ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ചോദ്യം. ബോർഡിനെ വീഴ്ച പറ്റിയതിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് ജാമ്യ ഹർജിയിൽ പത്മകുമാർ ചോദിക്കുന്നത്. എല്ലാം ചെയ്ത് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളുടെ അറിവോടെയെന്നും പത്മകുമാർ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ നമ്മുടെ ഈ പത്മകുമാറിന്റെ ഓരോ വെളിപ്പെടുത്തലും മറ്റുള്ളവർക്ക് നല്ല അമണ്ടൻ പാരയായിട്ട് മാറുന്നു ഈ അടുത്ത കാലത്തായിട്ട്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും തീർച്ചയായും ബോർഡിലെ മറ്റംഗങ്ങൾ, അതായത് ആ ഘട്ടത്തിലെ മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് കെ പി ശങ്കർദാസും വിജയകുമാറുമാണ്. ഇവർ രണ്ടുപേരെയും SIT ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ അവരെടുത്ത നിലപാട് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ എഴുതി നൽകൂ, തന്ത്രിയും ഉദ്യോഗസ്ഥരും എഴുതി നൽകൂ, അതിനനുസരിച്ച് ഒപ്പിട്ടു നൽകി എന്ന് മാത്രമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ ഇത്തരമൊരു ആരോപണം, പത്മകുമാറിന്റെ ആരോപണം ഉയർന്നിരിക്കുന്നത്. താൻ മാത്രം എങ്ങനെ ഈ കേസിൽ പ്രതിയാകും? ബോർഡിന്റെ വീഴ്ചയാണ്. ഇത്തരത്തിൽ വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ബോർഡിന്റെ വീഴ്ചയാണ്. സ്വാഭാവികമായി അതിന് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലും രീതിയിൽ താൻ താൻ ഉദ്യോഗസ്ഥർ പിച്ചളപ്പാളി എന്ന് എഴുതിയത് താൻ തിരുത്തി ചെമ്പുപാളി എന്നാക്കിയതേ ഉള്ളൂ. അത് കാരണമുണ്ട്. അത് ചെമ്പുപാളിയാണ് എന്നാണ് പത്മകുമാർ പറയുന്നത്. ആ രീതിയിൽ താൻ തിരുത്തിയതിൽ തെറ്റില്ല. പക്ഷേ തന്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ബോർഡ് യോഗത്തിൽ തിരുത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബോർഡ് അംഗങ്ങൾ അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂട്ടുത്തരവാദിത്വമുണ്ട്. ബോർഡിന്റെ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് മാത്രം എങ്ങനെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനാവുക? തന്റെ ജാമ്യാപേക്ഷ മാത്രം ജാമ്യാപേക്ഷ മാത്രം എന്തുകൊണ്ട് പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന ചോദ്യമാണ് ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ പത്മകുമാർ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ കോടതിക്ക് ഈ അപേക്ഷ പരിഗണിച്ച് ഇതുമായി ബന്ധപ്പെട്ട ജാമ്യം നൽകി മുന്നോട്ട് പോകാം. അല്ല എങ്കിൽ മറ്റ് രണ്ട് ബോർഡംഗങ്ങൾ വിജയകുമാറിനെയും KP രണ്ടുപേരെയും ആ ഒരു അറസ്റ്റിലേക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിലേക്ക് അടക്കം നീങ്ങാവുന്ന രീതിയിലുള്ള ഒരു ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് അംഗങ്ങൾക്കും ഒരു കുരുക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. നാളെ കോടതി ഇത് പരിഗണിക്കും. കൊല്ലം കോടതിയാണ് പരിഗണിക്കുന്നത്. എന്തായാലും അതിൽ വരാവുന്ന ഏറ്റവും സുപ്രധാനമായ ഈ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ട് വന്നാലും നിർണായകമാകുന്ന വാർത്താ പ്രാധാന്യമുള്ള വാർത്ത തന്നെയായിരിക്കും. മറ്റു രണ്ട് KP ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും അറസ്റ്റിലേക്ക് അടക്കം നീങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.